ദിലീപ് കാവ്യ മാധവൻ വിവാഹം. KPS ലളിത അന്ന് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നു. മലയാള ചലച്ചിത്ര ലോകത്ത് വളരെ കാലം വിവാദവും ചർച്ചയുമായി മാറിയ പ്രണയമായിരുന്നു നടൻ ദിലീപിന്റെയും കാവ്യ മാധവന്റെയും. ഇതിനിടയിൽ ഇരുവരുടെയും ആദ്യ വിവാഹങ്ങൾ നാടകീയമായി അവസാനിച്ചതും വിവാദങ്ങൾക്ക് തിരികൊളുത്തി. 2016 എല്ലാ വിവാദങ്ങൾക്കും അവസാനം എന്നോണം ദിലീപ് കാവ്യയ്ക്ക് താലി ചാർത്തി. കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സാക്ഷിയാക്കിയാണ് ദിലീപ് കാവ്യ മാധവൻ വിവാഹം നടന്നത്. സർപ്രൈസ് ആയിട്ടാണ് ഈ വിവാഹം നടന്നത്. ഇന്നിപ്പോൾ മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കുമൊപ്പം സന്തോഷകരമായ ജീവിതവുമായി മുന്നോട്ടു പോവുകയാണ് ദിലീപും കാവ്യയും. ദിലീപിന് കാവ്യ മാധവനോടുള്ള പ്രണയമറിയാവുന്ന ചിലരെങ്കിലും സിനിമാ മേഖലയിലും ഉണ്ടായിരുന്നു. ഇരുവരുടെയും വിവാഹമോചനം നടന്ന ശേഷം പ്രണയ ഗോസിപ്പുകൾക്ക് കരുത്തേറി. ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ മുതിർന്ന താരമായ KPS ലളിതയായിരുന്നു. സൗഹൃദത്തിനു പുറമെ മകൾ ശ്രീകുട്ടിയുടെ വിവാഹം നടത്താൻ പ്രതിസന്ധി നേരിട്ടതും KPS ലളിതയെ സഹായിക്കാൻ ദിലീപ് മുന്നോട്ട് വന്നതും സിനിമാ പ്രവർത്തകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയ കാര്യമാണ്. ദിലീപ് കാവ്യ മാധവൻ വിവാഹം കഴിഞ്ഞ വേളയിൽ KPS ലളിത നൽകിയ ഒരു അഭിമുഖത്തിന്റെ ശകലം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. ദിലീപും കാവ്യ മാധവനും തമ്മിൽ ബന്ധമെന്തെന്ന് താൻ ചോദിക്കുകയോ ദിലീപ് പറയുകയോ ചെയ്തിട്ടില്ല എന്ന് KPS ലളിത പറയുന്നു. കാവ്യയെ കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും കാവ്യയെ ഇഷ്ടമാണെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടെന്നും KPS ലളിത നിഷേധിക്കുന്നില്ല. കാവ്യ ഒരു പൊട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് ചിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും KPS ലളിത പറയുന്നുണ്ട്. കാവ്യ ബാലതാരമായി വെറുതെ ഒന്ന് മുഖം കാണിച്ച പൂക്കാലം വരവായി എന്ന സിനിമ മുതൽ കൂടെയുള്ള നടനാണ് ദിലീപ്. അന്ന് കാവ്യ തീരെ ചെറിയ കുട്ടിയായിരുന്നു എങ്കിൽ ദിലീപ് ഇതേ സിനിമയിലെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അല്പം കൂടി മുതിർന്ന ശേഷം സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കെ തന്നെ കാവ്യ മാധവൻ മലയാള സിനിമയിൽ നായികാവേഷവും ചെയ്തു. ആദ്യ ചിത്രത്തിലും നായകൻ ദിലീപ് തന്നെയായി. ഈ ഭാഗ്യജോഡികളെ മുൻനിർത്തി ഹിറ്റായി മാറിയ കുടുംബ ചിത്രങ്ങളുടെ ഒരു പരമ്പര തന്നെ പുറത്തിറങ്ങിയെന്ന് പറയാം. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ കാവ്യ സിനിമയിൽ വരുമ്പോൾ പുറം ലോകത്തെ അധികം പരിചയമില്ലാത്ത പെൺകുട്ടിയായിരുന്നു. കാവ്യയുടെ ബസ് കുത്താൻ വരുന്നു പോലുള്ള പരാമർശങ്ങൾ സിനിമാ മേഖലയും സോഷ്യൽ മീഡിയയിലും പ്രശസ്തമായ തമാശകളാണ്. കാവ്യ മാധവൻ അഭിനയിക്കുന്ന സെറ്റുകളിൽ കാവ്യ പറ്റിക്കുക എന്നത് ദിലീപും സലീംകുമാറും ഉൾപ്പെടുന്ന താരങ്ങളുടെ പ്രധാന വിനോദമായിരുന്നു. ഇതിൽ ചിലതെല്ലാം കാവ്യയും പല അഭിമുഖങ്ങളിലായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗ്യജോഡികൾ ഇപ്പോൾ അവരുടെ സന്തോഷകരമായ ജീവിതം ഏറെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. ദിലീപ് തന്റെ പുതിയ ചിത്രമായ ഭയം ഭക്തി ബഹുമാനത്തിന്റെ പിന്നണി പ്രവർത്തനത്തിലാണ്. പുതുവത്സര ദിനത്തിൽ ഈ ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നു. ഈ വർഷം റിലീസ് പ്രതീക്ഷിക്കുന്ന സിനിമയാണിത്. കാവ്യ മാധവൻ സിനിമയിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിലും തന്റെ വസ്ത്ര ബ്രാൻഡുമായി സജീവമാണ്. പുതുവർഷത്തിൽ ലക്ഷ്യ എന്ന ബ്രാൻഡിന്റെ മോഡലായി പോസ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റുമായി കാവ്യ മാധവൻ എത്തിച്ചേർന്നിരുന്നു.